ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നമുക്ക് രണ്ട് തരത്തിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഹെയർ ബാൻഡായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ജ്വല്ലറി ആയിട്ട് മാലയായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 0.5 mm കോപ്പർ വയറാണ്, സിൽവർ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി നല്ല കട്ടിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി കനം കമ്മിയായതും എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല വൈറ്റ് പേൾസാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള വൈറ്റ് പേൾസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റലാണ്. ഇതുപോലുള്ള ഡയമണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള മുത്തുകൾ മാത്രം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക, കുറേ ടിയറകളൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞില്ല എങ്കിലും ഇത് എളുപ്പമായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗി തന്നെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇനിയിപ്പോൾ ഹെയർ ബാൻഡ് അല്ലെങ്കിൽ നമുക്ക് അത് മാലയായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഏകദേശം നമുക്ക് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് മോളുടെ കഴുത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയറിൽ എന്തായാലും അത് അത്ര മതിയാവും, ലെങ്ത്ത് കൂടുമൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് ആ ഒരു ഏകദേശമായിട്ട് നിൽക്കും കേട്ടോ നമുക്ക്. അപ്പം ഞാനത് ആ ഒരു വലുപ്പത്തിലാണ് എന്താ പറയുക കമ്പിയും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എന്തായാലും എന്താ പറയുക ഒരു ലൂപ്പാണല്ലോ നമ്മൾ ചെയ്തെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ചെറുതും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടും ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ പെൻസിലിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു റൗണ്ടിൽ തന്നെയാണ് ലൂപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലും ചെറിയ സൈസൊക്കെ മതി, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു 2 കമ്പിയുടെയും ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 കമ്പിയുടെ ഉള്ളിൽ കൂടിയും വേണം ഈ ഒരൊറ്റ ക്രിസ്റ്റൽ കോർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടുക, എന്നിട്ട് അതിൻ്റെ അറ്റം വരെ കൊടുന്ന് വയ്ക്കുക. കണ്ടില്ലേ, ഇതുവരെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോരോ കമ്പിയിൽ, നമ്മൾ 2 കമ്പിയാണുള്ളത്, അതിൽ ഒരു കമ്പിയിൽ ഒരു പേൾ കളറിലുള്ള ബീഡ്, വൈറ്റ് പേൾ ഇടുക. അതേ ബീഡ് തന്നെ ഇപ്പുറത്തെ കമ്പിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 2 എണ്ണം ഓരോ കമ്പിയിലുമായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. മുകൾ വശത്ത് ഇപ്പോൾ ഏത് സൈഡ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതന്നെ ഏത് സൈഡാണോ മുകൾ വശത്തുള്ളത് അതന്നെ ഫോക്കസ് ചെയ്യുക കേട്ടോ. പിന്നോട്ട് പിന്നെ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ 2 ലൈനിൽ ആ കമ്പി കൂടിയും വീണ്ടും നമ്മൾ ആ ഒരു ഡയമണ്ട് ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഓരത്തേക്ക് കൊടുന്ന് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും നമ്മളത് 2 കമ്പികൾ ഓപ്പൺ ചെയ്യുക, അതിലോട്ട് വൈറ്റ് പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? നമ്മൾ ഏത് സൈഡാണോ ഫസ്റ്റ് മുകൾ വശത്ത് ഇരിക്കുന്നത് ആ ബീഡ് മുകൾ വശത്ത് തന്നെ വെക്കണം കേട്ടോ. ഏത് സൈഡിലാണോ വരുന്നത് വെച്ചാൽ അത് തന്നെ വേണം ഫസ്റ്റ് ഇരിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ നമ്മൾ ഡയമണ്ട് ക്രിസ്റ്റൽ വീണ്ടും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി ഇതിപ്പോൾ എൻ്റെ വ്യത്യാസമായിട്ടാണ് വന്നത്, കണ്ടോ, വേറൊരു ഷേപ്പിൽ. അതായത് എൻ്റെ ഇപ്പുറത്തെ സൈഡായിരുന്നു, ആ ബീഡായിരുന്നു ഫ്രണ്ടിൽ ഫസ്റ്റ് നിൽക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ നോക്കി നോക്കൂ, ആ ഒരു ഇത് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഈ പറയുന്നതെന്ന്. ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, അതുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് ഒരേ സൈഡിലേക്ക്, ഏത് മുത്തുകൾ വെക്കുമ്പോഴും ഒരേ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക, ഇതെന്താ അത് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ചെയ്തതും കണ്ടില്ലേ, ഞാൻ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് മാറ്റണം. അതായത് താഴെ കാണുന്ന മുത്ത് ഫസ്റ്റ് മുകളിലായിട്ട് വരണം. അതായത് ഇങ്ങനെ തിരിച്ചൊന്ന് വെക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് വരേണ്ടത്. അതിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് എന്തൊരു സിമ്പിളാണ്, ഇതിപ്പോൾ എന്താ സംഭവം, വലിയ ഭംഗിയൊന്നുമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. തലയിൽ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. കാരണം നമ്മുടെ ബ്ലാക്ക് ഹെയറിൽ ഇതുപോലെ വൈറ്റ് ഒരു എന്തെങ്കിലും ഒരു ഹെയർ ആക്സസറി നമ്മൾ വെക്കുകയാണെങ്കിൽ അത് എടുത്ത് കാണിക്കുകയും ചെയ്യും, കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതേപോലെ കുറച്ച് മുത്തുകൾ, എത്ര തുച്ഛമായ മുത്തുകൾ നമുക്ക് ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ കമ്പിയാണെങ്കിലും അതെ, തോനെ നീളത്തിലൊന്നും കമ്പി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മളിതാ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം, ഇപ്പോൾ ഹെയറിനാണെങ്കിൽ നമ്മുടെ ഹെയർ തലയിൽ വെക്കുന്നതിൻ്റെ ആ ഒരു ലെങ്ത്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മാലയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴുത്തിൻ്റെ ലെങ്ത്ത് നോക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം ദാ ഇതുപോലെ എനിക്ക് അത്ര വലിയ ഹോൾ വേണ്ടായിരുന്നു, അതായത് ആ ലൂപ്പ് വേണ്ട. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാവാടയിലൊക്കെ എന്താ പറയുക നാടയിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സൂചിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ നിന്നും കൊണ്ടാണ് ഞാനിതിപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു, നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഞാനിതാ ഇതുപോലെ നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യല്ല, ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആക്സസറി, അതായത് ഹെയർ ആക്സസറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ആയിക്കോട്ടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തതൊന്ന് വലുതല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെയും ചെറുതാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് അതേപോലെ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചെറുതായി കിട്ടി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴായിരിക്കും ഓരോ ഐഡിയാസ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കണ്ടില്ലേ, അത് കുറച്ച് ലെങ്ത്ത്, ഫസ്റ്റത്തെ കുറച്ച് ലെങ്ത്ത് കൂടിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല, എന്നാലും നമ്മളത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഹെയറിൽ വെക്കുമ്പോഴും കാണില്ല, അതേപോലെ മാലയായിട്ട് ഉപയോഗിക്കുമ്പോഴും അത് കാണില്ല. ഇനി അടുത്തത് എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതിലെങ്ങനെ നമ്മൾ ഇപ്പോൾ ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് മാലയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ കൊളുത്തിടുക എന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിങ്ങും അതേപോലെ തന്നെ ഫിഷ് കൊളുത്തും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് കിട്ടും. അപ്പോൾ അത് മേടിക്കുക. എന്നിട്ട് ആ റിങ്ങിനെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആ ലൂപ്പിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫിഷ് കൊളുത്ത് ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് ജോയിൻ്റായി കിട്ടി. ഇനി നമ്മൾ ആ ഫിഷ് കൊളുത്തിൻ്റെ കണ്ടില്ലേ, ആ ഒരു ലോക്ക് തുറക്കുക, ഇപ്പുറത്തെ ഇതിൽ ഇടുക കഴുത്തിലിടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ബാക്ക് ചെയിൻ കിട്ടും. അതായത് സ്വർണത്തിൻ്റെ മാലയും അതേപോലെ മറ്റേ റോൾഡ് ഗോൾഡിൻ്റെ മാലയൊക്കെ ഇടാനായിട്ട് നമുക്ക് ബാക്കിൽ ഒരു ചെയിൻ കിട്ടില്ലേ, കുറച്ച് ലെങ്ത്തിലൊക്കെ കിടക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക ആ ഒരു ബാക്ക് ചെയിൻ മേടിച്ചിട്ടും ഇതിൽ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാവുമ്പോഴും ഇതേപോലെ ഫിഷ് കൊളുത്ത് തന്നെയാണ് വരിക. അതും ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, വേണ്ടെങ്കിൽ അഴിച്ചു വെക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോസും അതേപോലെ മോളിപ്പോൾ കഴുത്തിൽ ഫോട്ടോയും അതേപോലെ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോയൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.